കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ മേധോത്സവം നടത്തി. മൂന്നാം ദിവസത്തെ പരിപാടി എക്സൈസ് സഹകരണ മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ മേധോത്സവം സംഘടിപ്പിച്ചു. മൂന്നാം ദിവസത്തെ പരിപാടികൾ എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് സ്കൂൾ നൽകുന്ന സംഭാവനകളെ മന്ത്രി പ്രശംസിച്ചു. വളരെ സന്തോഷം തോന്നി. മേധോത്സവത്തിന്റെ സങ്കല്പം ഷാജി സാർ എന്നോട് സംസാരിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഗായത്രി സ്കൂളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത്തരം പഠന ക്യാമ്പുകൾ, പഠനം എന്നതിനപ്പുറത്ത് സംവേദനത്തിന്റെ ക്യാമ്പുകൾ അല്ലേ, ഇറ്റ്സ് ആൻ ഇന്ററാക്റ്റീവ് സെഷൻ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇത്തവണത്തെ സെഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ വിശദമായി സംസാരിക്കാൻ സാധിച്ചില്ല. എങ്കിലും ആദ്യം പറഞ്ഞത് നാടൻ പാട്ടിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പൊ നാടൻ പാട്ട് മുതൽ ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷനായ ഓബേ താമര ഗ്രൂപ്പിന്റെ ഇന്ററാക്റ്റീവ് സെഷൻ വരെ, അവരുമായി ഒരു സംവേദനം വരെ നടക്കുന്ന മഹത്തായ ഈ ഒരു മേധോത്സവം കുഞ്ഞുങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള ഓവറോൾ ഡെവലപ്മെന്റിനെ അങ്ങേറ്റം സഹായിക്കും എന്നത് എനിക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ്. മാനേജ്മെന്റിനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു ഇത്തരത്തിൽ ഒരു മേധോത്സവം സംഘടിപ്പിച്ചതിന്. 5 ദിവസത്തെ ക്യാമ്പ് എന്ന് കേട്ട് അതല്പം നീണ്ടുപോയല്ലോ എന്ന് മനസ്സിൽ കരുതിയപ്പോൾ കഴിഞ്ഞ തവണത്തെ ക്യാമ്പ് 20 ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ആലോചിച്ചത് ഗായത്രി സ്കൂളിലെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെയാണ്. നാടൻ പാട്ടും പുതിയ കരിയറിനെ കുറിച്ചുള്ള ചർച്ചകളും തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ലോകത്താകമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുമുള്ള ചർച്ചകളും ഒക്കെ തന്നെ നിങ്ങളുടെ മേധാശക്തിയെ, നിങ്ങളുടെ ബൗദ്ധിക നിലവാരത്തെ, ലോകവുമായിട്ടുള്ള അടുപ്പത്തെ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾ ഇത്തരം ഒരു അന്തരീക്ഷത്തിലൂടെ വളർന്നു പോകുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒന്നിന്റെയും അവസാനമല്ല. നിങ്ങള് കുഞ്ഞുങ്ങളായിരിക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിലേ ആയിട്ടുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് കുറയും. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന അർത്ഥമുണ്ടോ? ഇല്ല, അങ്ങനെ ചിന്തിക്കരുത്. ഇനിയും അടുത്ത പരീക്ഷ വരും. അപ്പൊ നമ്മൾ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടെന്നല്ല. നമ്മൾ പഠിക്കണം, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല എന്ന് വെച്ച് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും, ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ പരാജയം എന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറഞ്ഞത് എന്നത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനമായി കണക്കാക്കാതിരിക്കുക. നേതൃപാഠവും കരിയർ മാനേജ്മെന്റ്, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ രാജ്യത്തെ പ്രമുഖ ഹോട്ടൽ ശൃംഖലയായ ഓബൈ താമരയുടെ ജനറൽ മാനേജർ ഷിനോജ് ജോസഫ്, മാനേജർ L&D ഷൈല ജോർജ്, HR മാനേജർ ജിജോ മാത്യു എന്നിവർ ക്ലാസ് നയിച്ചു. ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഫെമിദ ഖാൻ, കൺസൾട്ടിംഗ് സൈക്കോളജിസ്റ്റ് ഷബാന നൂറുദ്ദീൻ എന്നിവർ വിദ്യാർത്ഥികളുമായും രക്ഷകർത്താക്കളുമായും സംവദിച്ചു. സ്കൂൾ ചെയർമാൻ ഷാജി സി, സീനിയർ പ്രിൻസിപ്പൽ സുനിൽകുമാർ, പ്രിൻസിപ്പൽ ലീന ശങ്കർ, സ്കൂൾ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, SMC ചെയർമാൻ ഡോക്ടർ പി വിനോദ്, ഇംഗ്ലീഷ് വകുപ്പ് മേധാവി OK ഹരിദാസ്, ഒബ്സർവർ ശ്രുതി വിജയൻ എന്നിവർ നേതൃത്വം നൽകി. വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം സ്കൂൾ ചെയർമാൻ ഷാജി സി, സ്കൂൾ ചീഫ് കോർഡിനേറ്റർ ആഷ്ന രാജൻ, സ്കൂൾ PTA പ്രസിഡന്റ് രാജീനാഥ്, SMC ചെയർമാൻ ഡോക്ടർ പി വിനോദ് എന്നിവർ ചേർന്ന് നൽകി. CDNet ന്യൂസ്, കായംകുളം.